ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. തെളിയാത്ത ഭാഗ്യം ഇന്നു മുതൽ തെളിയും. ഭാഗ്യ അനുഭവങ്ങളുടെ നടുവിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ കുതിക്കുവാൻ പോകുന്നത്. ആദിത്യൻ വൃശ്ചികം ധനുരാശികളിൽ, തൃക്കേട്ട മൂലം ഞാറ്റുവേലകളിൽ സഞ്ചരിക്കുന്നു. കറുത്ത പക്ഷം തുടരുകയാണ്. വെള്ളി ശനി ദിവസങ്ങളിലാണ് കറുത്ത വാവ്. അത്തം മുതൽ മൂലം വരെയുള്ള നക്ഷത്ര മണ്ഡലത്തിലൂടെ ചന്ദ്രൻ സഞ്ചരിക്കുന്നു. ശുക്രൻ വൃശ്ചികം രാശിയിലാണ്. ശനിയാഴ്ച രാവിലെ ധനുവിൽ പ്രവേശിക്കും. ശുക്രന് മൗഢ്യം ആരംഭിച്ചു കഴിഞ്ഞു. ബുധന് നിലവിൽ മൗഢ്യമുണ്ട്. ചൊവ്വയും മൗഢ്യാവസ്ഥയിൽ ധനുവിൽ സഞ്ചരിക്കുന്നു. ശനി മീനം രാശിയിൽ പൂരുരുട്ടാതെ നക്ഷത്രത്തിലാണ്. രാഹു കുംഭം രാശിയിൽ ചതയം നക്ഷത്രത്തിലും കേതു ചിങ്ങം രാശിയിൽ പൂരം നക്ഷത്രത്തിലുമാണ്. വ്യാഴത്തിൻ്റെ വക്രഗതി തുടരുന്നു. മിഥുനം രാശിയിൽ പുണർദം നക്ഷത്രത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രത്തിൽ ജനിച്ച ആളുകളുടെ ഡിസംബർ 14 മുതൽ ഡിസംബർ 20 വരെയുള്ള രാശിഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ്. ഉപജയ രാശികളിൽ ചന്ദ്രൻ സഞ്ചരിക്കുകയാൽ നിങ്ങളുടെ വാക്കും കർമ്മവും ഇണങ്ങുന്നതാണ്. ന്യായമായ കാര്യങ്ങളെല്ലാം തന്നെ ഈ ആഴ്ച നടന്നു കിട്ടും. കൂടിയാലോചനകളിൽ ആശയവിനിമയം കൃത്യമായി ഫലിക്കുന്നതാണ്. വ്യതയത്നങ്ങളും അലച്ചിലും ഈ ആഴ്ച ഉണ്ടാകില്ല. അധികാരികൾക്കുണ്ടായിരുന്ന അവിശ്വാസം മാറുന്നതാണ്. ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയും. ലോൺ അപേക്ഷ നിങ്ങളുടെ പരിഗണിക്കപ്പെടുന്നതാണ്. ഗൃഹനിർമ്മാണാരംഭം, പുതുവാഹനം വാങ്ങൽ, നവസംരംഭത്തിന് തുടക്കം കുറിക്കൽ ഇവയ്ക്ക് ഈ ആഴ്ച അനുകൂലമല്ല. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കൂടുതൽ ജാഗ്രത ഈ ആഴ്ച ആവശ്യമാണ്. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ ശുക്രൻ മൗഢ്യത്തിലാണ്. ഇടയ്ക്കിടെ മനക്ലേശമുണ്ടാകാം. കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നീങ്ങുന്നില്ലാത്തത് വളരെയധികം മാനസിക വിഷമത്തിന് കാരണമാകും. സാമ്പത്തികമായ ഞെരുക്കത്തിന് സാധ്യതയുണ്ട്. കലാ മത്സരങ്ങളിൽ തിളങ്ങുവാൻ സാധിച്ചില്ലെന്ന് വരും. എങ്കിലും ചന്ദ്രൻ്റെ അനുകൂലമായ സഞ്ചാരത്താൽ സുഖഭോഗമുണ്ടാകും. തൊഴിലിടത്തിൽ കുറച്ച് നേട്ടങ്ങൾ വരുന്നതാണ്. യാത്രകളിൽ ഗുണം ഭവിക്കും. സൗഹൃദം പുഷ്ടിപ്പെടുന്നതാണ്. ഉത്സവാദികൾക്ക് മുന്നേ എത്തി സഹായ സഹകരണം നൽകുവാൻ കഴിയുന്നതാണ്. കുടുംബാംഗങ്ങൾ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് പിന്തുണ നൽകുന്ന വാരം കൂടിയാണ്. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. മുന്നോട്ടിറങ്ങി ഉത്സാഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ പ്രാവർത്തികമാക്കുന്നതിൽ വിജയിക്കുവാൻ കഴിയും. മേലധികാരിയുടെ പിന്തുണ പ്രതീക്ഷിക്കാം. ആരോപണങ്ങളെയെല്ലാം സധൈര്യം നേരിടുവാൻ കഴിയുന്ന വാരമാണ്. സാമ്പത്തികമായ ഞെരുക്കമുണ്ടായാലും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ മുടങ്ങാതിരിക്കാനുള്ള മുൻകൈ എടുക്കുവാൻ കഴിയുന്നതാണ്. സഹോദരരുടെ കാര്യത്തിൽ ചില ഉത്കണ്ഠകൾ വന്നു ചേരും. അപ്രതീക്ഷിതമായ യാത്രകൾ വേണ്ടിവരുന്ന വാരമാണ്. ബിസിനസ്സിൻ്റെ വളർച്ച സംബന്ധിച്ച് സാങ്കേതിക വിദഗ്ധരുമായി ചർച്ച ചെയ്യുവാൻ കഴിയുന്നതാണ്. രാഷ്ട്രീയ ഭാവിയിൽ വിശ്വാസം കുറയില്ല. ചൊവ്വ ബുധൻ വ്യാഴം മേന്മ വളരെയധികം വർദ്ധിച്ച ദിവസങ്ങളാണ് നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. തീരുമാനങ്ങളെല്ലാം തന്നെ ഏകപക്ഷീയമാകുകയാൽ എതിർപ്പുകൾ വളരെയധികം ഉണ്ടാകും. വാഗ്വാദങ്ങൾ കഴിവതും ഒഴിവാക്കുന്നതാണ് ഉത്തമം. വിദ്യാർത്ഥികളെ ആലസ്യം ബാധിക്കുവാൻ ഇടയുണ്ട്. മകൻ്റെ ശാഠ്യശീലം വിഷാദത്തിലേക്ക് തള്ളിവിടുവാൻ കാരണമാകും. വാക്കുകളിൽ വളരെയധികം കരുതൽ പുലർത്തേണ്ട വാരമാണ്. ഭൂമി വിൽപ്പനയ്ക്കായി അഡ്വാൻസ് കൈപ്പറ്റുവാൻ കഴിയും. വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വന്നു ചേരാം. നക്ഷത്രനാഥനായ ചന്ദ്രന് പക്ഷബലം കുറയുകയാൽ നിങ്ങളുടെ മനോധൈര്യം ദുർബലമാകുന്നതായി അനുഭവപ്പെടും. വ്യാപാരത്തിൽ ആദായം കുറയില്ല. ക്ഷേത്ര ദർശനം, സമർപ്പണം എന്നിവ നടന്നു കിട്ടും. അനാവശ്യമായ തിടുക്കം ഉപേക്ഷിക്കുന്നത് വളരെയധികം ഗുണകരമാകുന്നതാണ്. അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രനാഥനായ ചൊവ്വയ്ക്ക് മൗഢ്യം തുടരുകയാൽ മനക്ലേശങ്ങൾ പല രൂപത്തിൽ വന്നു ചേരും. മിഥ്യാധാരണകൾക്ക് വിധേയരാകേണ്ടി വരും.
പുതുസംരംഭങ്ങൾക്ക് സർക്കാരിൽ നിന്നുമുള്ള അനുമതി ലഭിക്കുവാൻ സാധ്യതയില്ല. ആലോചിച്ചുറപ്പിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ വളരെയധികം ആലസ്യമുണ്ടാകും. സാമ്പത്തികമായ ഇടപാടുകളിൽ ജാഗ്രത അനിവാര്യമാണ്. ദീർഘയാത്രകളെല്ലാം തന്നെ മാറ്റിവെക്കേണ്ട ഒരു സ്ഥിതി സംജാതമാകും. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വൈദ്യസഹായം തേടേണ്ടി വരുന്നതാണ്. പ്രൊജക്റ്റുകൾക്ക് അത്യധ്വാനം ചെയ്ത് പൂർത്തീകരിക്കുവാൻ കഴിയും. ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുടെ സഹകരണം കുറയുന്നതാണ്. പാരിതോഷികം കിട്ടുവാനും ആഡംബര വസ്തുക്കൾ വാങ്ങുവാനും ഈ ആഴ്ച ഭാഗ്യം വന്നു ചേരും. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. പലപ്പോഴും അനാസ്ഥഭാവം തോന്നുന്ന വാരമാണ്. നിരുന്മേഷത അനുഭവപ്പെടും. രാഷ്ട്രീയ ചർച്ചകളിൽ ഒറ്റപ്പെടുന്നതാണ്. ചെറുപ്പക്കാർക്ക് ജോലി കിട്ടാത്തതിൻ്റെ വിഷമം ക്ഷോഭമായി പ്രകടിപ്പിക്കേണ്ടി വരും. കമ്മീഷൻ വ്യാപാരം ലാഭകരമായി ഭവിക്കുന്നതാണ്. വിഷമം പിടിച്ച ദൗത്യങ്ങളിൽ നിന്നും കഴിവതും ഒഴിഞ്ഞു മാറുന്നതാണ് ഉത്തമം. പ്രൈവറ്റ് സ്ഥാപനങ്ങളിലുള്ള ആളുകൾക്ക് ഡ്യൂട്ടി സമയം കൂടുന്നതാണ്. നിക്ഷേപങ്ങളിൽ നിന്നുമുള്ള വരുമാനം കൂടുവാൻ ഇടയുണ്ട്. ഏഴാം ഇടത്തിലെ ഗൃഹാധിക്യം മൂലം കുടുംബകാര്യങ്ങളിൽ തർക്കങ്ങൾ ഉയരുന്നതാണ്. ആത്മീയ സാധനങ്ങളെല്ലാം തന്നെ നടന്നു കിട്ടുന്ന വാരം കൂടിയാണ്. അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. പ്രയത്നത്തിന് അനുഭവ ഫലം വന്നു ചേരും. സഹപ്രവർത്തകരുമായി വിശദമായി കൂടിയാലോചിച്ച് വലിയ പദ്ധതികൾ തീരുമാനിക്കാൻ കഴിയുന്നതാണ്. ജീവിത നിലവാരം വർദ്ധിക്കും. ചെലവുകൾ അനിയന്ത്രിതമെന്ന് തോന്നുന്നതാണ്. തെറ്റുകൾ തിരുത്തി മുന്നേറുന്നതിനുള്ള മനസ്സുറപ്പ് കൈവരും. കാര്യനിർവഹണശേഷി അഭിനന്ദിക്കപ്പെടുന്ന വാരമാണ്. കടം കൊടുക്കുന്നത് വളരെയധികം കരുതലോടെ വേണം. ദാമ്പത്യ ജീവിതത്തിൽ സ്വൈര്യമുണ്ടാകും. വിദേശ ധനം വന്നെത്തും. മകൻ്റെ ജോലിക്കാര്യത്തിൽ നല്ല വാർത്തകൾ ശ്രവിക്കുവാൻ കഴിയുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ മരുന്ന് കഴിക്കുന്ന കാര്യങ്ങളെ നിയന്ത്രണത്തിൽ തുടരുന്നത് വളരെയധികം ഗുണകരമായി ഭവിക്കുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. വസ്തു തർക്കങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ധർമ്മപ്രവർത്തികൾ മുടങ്ങാതെ ചെയ്യുവാൻ കഴിയുന്നതാണ്. സുതാര്യമായ പ്രവർത്തന ശൈലി അഭിനന്ദിക്കപ്പെടും. കലാമത്സരങ്ങളിൽ വിജയിക്കുവാൻ കഴിയുന്ന വാരമാണ്. കുടുംബകാര്യങ്ങളിൽ ഒത്തുതീർപ്പ് വേണ്ടിവരും. വാക്കുകൾ പരുഷങ്ങളാകാതിരിക്കുവാൻ വളരെയധികം ഈ ആഴ്ച ശ്രദ്ധിക്കണം. സാങ്കേതിക ജ്ഞാനം നേടുവാനുള്ള സമയം കണ്ടെത്തും. അവസരവാദികളെ തിരിച്ചറിയുവാൻ കഴിയുന്നതാണ്. ചിലവുകൾ പരിമിതപ്പെടുത്തുവാൻ സാധിച്ചേക്കില്ല. ഉന്നത വ്യക്തികളെ പരിചയപ്പെടുവാൻ കഴിയും. പ്രിയ സുഹൃത്തിന് സാമ്പത്തിക സഹായം ചെയ്യുന്നതാണ്. ദൈവിക സമർപ്പണം, തീർത്ഥാടന യാത്രകൾ ഇവ നിർവഹിക്കുവാൻ കഴിയുന്ന വാരമാണ്. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. ആത്മവിശ്വാസമുണ്ടാകും. ദുർഘട ചുമതലകൾ ഏറ്റെടുക്കുവാനുള്ള ധൈര്യം കാട്ടുന്നതാണ്. തന്മൂലം മേലധികാരിയുടെ പ്രിയം നേടുവാൻ കഴിയും. സ്വന്തമായി വ്യാപാരം നടത്തുന്നവർക്ക് ലാഭം കുറയുവാൻ ഇടയുള്ള വാരമാണ്. അമിത വ്യയം തിരിച്ചറിയുന്നത് വിഷമിക്കും. കൂറിൻ്റെ അധിപനായ ചന്ദ്രന് ക്ഷീണപക്ഷമാകയാൽ മനക്ലേശം ആവർത്തിക്കും. ചിലപ്പോൾ വിഷാദം പിടികൂടാം. നിക്ഷേപങ്ങളിൽ നിന്നും ലഘുവായ ആദായം വന്നെത്തുന്നതാണ്. അസുഖങ്ങൾക്ക് ചികിത്സ വൈകിക്കരുത്. രാഷ്ട്രീയ നിലപാടുകളിൽ ഉറച്ചു നിൽക്കും. എതിർവാദങ്ങളെ ഖണ്ഡിക്കുവാൻ ഉത്സുകതയേറുന്ന വാരം കൂടിയാണ്. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ സ്വതസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ അവസരം വന്നു ചേരില്ല. നവീനമായ ആശയങ്ങൾ മനസ്സിലുണ്ടാകും. സാമ്പത്തിക സ്വാതന്ത്ര്യം കുറയുന്നതാണ്. കൂടുതൽ നേരം കർമ്മസ്ഥലത്ത് ചെലവഴിക്കുവാൻ കഴിയുന്നതാണ്. ഗൃഹനിർമ്മാണത്തിന് സർക്കാർ അനുമതി ലഭിക്കുവാൻ കാത്തിരിപ്പ് ഇനിയും തുടരേണ്ടി വരും. ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖങ്ങൾക്ക് നന്നായി തയ്യാറെടുക്കും. സഹോദരങ്ങളുമായി കലഹിക്കുവാൻ ഇടയുണ്ട്. പ്രണയ അഭ്യർത്ഥന നിരസിക്കപ്പെടും. കുടുംബത്തിനൊപ്പം ചെലവഴിക്കുവാൻ സമയമുണ്ടാകില്ല. ഞായർ, തിങ്കൾ, ശനി ദിവസങ്ങളിൽ മേന്മ കുറയുന്നതാണ്. ദേഹസമരത്തിനുള്ള സാധ്യതയും വന്നു ചേരും. അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ്. പരിമിതമായ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുന്ന വാരമാണ്. വലിയ കാര്യങ്ങൾക്കുള്ള പ്രവർത്തനം പരാജയപ്പെടുവാൻ ഇടയുണ്ട്. പ്രോത്സാഹിപ്പിക്കുവാൻ ആരും ഉണ്ടായെന്നു വരില്ല. ബിസിനസ്സിൽ അമിതമായ ധനം മുടക്കിയാൽ നഷ്ടസാധ്യതയാണ് നിങ്ങൾക്ക് വന്നു ചേരുക.
പഴയ കടങ്ങൾ കൊടുത്തു തീർക്കുവാൻ മറ്റൊരു അവധി നിശ്ചയിക്കുന്നതാണ്. മക്കളുടെ കാര്യത്തിൽ സ്വസ്ഥതയും അഭിമാനവും വന്നു ചേരും. ബന്ധുക്കളുടെ സന്ദർശനം സന്തോഷത്തിന് കാരണമാകുന്നതാണ്. ആരോഗ്യപരമായി അത്ര മെച്ചപ്പെട്ട ഒരു വാരമല്ല. ദേഹക്ഷീണം അനുഭവപ്പെടാം. ചൊവ്വാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ കൂടുതൽ ഗുണകരമായി ഭവിക്കുന്നതാണ്. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. പഠന കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം പുലർത്തുവാൻ കഴിയും. ന്യായമായ ആവശ്യങ്ങളെല്ലാം തന്നെ നടന്നു കിട്ടുന്ന വാരമാണ്. സഹപ്രവർത്തകരുടെ ഇടയിൽ നിങ്ങളുടെ സ്വീകാര്യത വർദ്ധിക്കും. വിവാദങ്ങളിൽ മൗനം അവലംബിക്കുന്നത് ഗുണകരമാകും. ബിസിനസ് കാര്യങ്ങൾക്കായി പതിവിലുമധികം യാത്രകൾ വന്നു ചേരും. വിപണിയിൽ മുന്നേറുവാൻ കഴിയുന്നതാണ്. ആദർശങ്ങളെ മുറുകെ പിടിക്കുമ്പോഴും പ്രായോഗികമായ സമീപനം കൈക്കൊള്ളുവാൻ മടിക്കുന്ന വാരമല്ല. പ്രണയ അഭ്യർത്ഥന പരിഹസിക്കപ്പെടാം. ജീവിത പങ്കാളിയുടെ വാക്കുകൾക്ക് അംഗീകാരം ലഭിക്കുന്ന വാരം കൂടിയാണ്. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. പ്രവർത്തന മേഖല വിപുലീകരിക്കുവാൻ കഴിയും. കൂടിയാലോചനകൾ ഫലപ്രദമായി മാറുന്ന വാരമാണ്. നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്നുമുള്ള സാമ്പത്തിക സഹായം ബാധകൾ പരിഹരിക്കുവാൻ സഹായകമാകുന്നതാണ്. ജീവിത പങ്കാളിയുടെ അനുരഞ്ജന മനസ്ഥിതിയെ അഭിനന്ദിക്കും. വിദേശത്ത് കഴിയുന്നവർക്ക് തൊഴിൽ പ്രശ്നങ്ങളിൽ ആശ്വാസം ഭവിക്കുന്നതാണ്. രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചുള്ള ഉത്കണ്ഠകൾ എല്ലാം തന്നെ മാറിക്കിട്ടും. പുതിയ പദവികൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്. ക്ഷേത്രാടനത്തിനുള്ള സാഹചര്യം വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് കലാപ്രവർത്തനത്തിനും നേരം കണ്ടെത്തുവാൻ കഴിയുന്ന വാരമാണ്. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. തുടങ്ങി പകുതി വഴിയിൽ നിന്നുപോയ കാര്യങ്ങളെല്ലാം തന്നെ ഈ ആഴ്ച പൂർത്തീകരിക്കുവാനുള്ള സമയം വന്നു ചേരും. ദുശീലങ്ങൾ ഒഴിവാക്കുവാൻ സ്വയം പ്രേരണയുണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് ദുർഘട ദൗത്യങ്ങളിൽ സമ്മർദ്ദമുണ്ടാകുന്നതാണ്. അയൽ വഴക്കുകളെ വ്യവഹാരത്തിലേക്ക് നയിക്കരുത്. വസ്തു വാങ്ങുന്ന കാര്യത്തിൽ ഭിന്ന അഭിപ്രായം കുടുംബത്തിൽ തന്നെയുണ്ടാകും. ആഭരണങ്ങൾ മാറ്റി വാങ്ങുവാനോ പുതിയത് വാങ്ങിക്കുവാനോ ഉള്ള ഭാഗ്യം വന്നു ചേരും. ഉത്സവാദികളിൽ സക്രിയമായി പങ്കെടുക്കുവാനും ബന്ധുക്കളിൽ നിന്നും സഹായം സ്വീകരിക്കുവാനും ഈ ആഴ്ച കഴിയുന്നതാണ്. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. ചന്ദ്രൻ 12-ൽ സഞ്ചരിക്കുകയാൽ വാരാദ്യം മനക്ലേശം ചിലവുകൾ ഇവയുണ്ടാകുന്നതാണ്. അലച്ചിലവും സാധ്യതയുണ്ട്. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ന്യായമായ കാര്യങ്ങളെല്ലാം തന്നെ നടന്നു കിട്ടും. ചില പ്രതീക്ഷകൾ പൂവണിയുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് സന്തോഷിക്കുവാനുള്ള അവസരം വന്നു ചേരും. വ്യാഴം മുതൽ നിങ്ങളുടെ വാഗ്ദാനങ്ങളെല്ലാം തന്നെ പാലിക്കുവാൻ കഴിയുന്നതാണ്. എന്നാൽ ചിലരുടെ വാഗ്ദാന ലംഘനങ്ങൾ വിഷമിപ്പിക്കുന്നതാണ്. പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് കാലം അനുകൂലമല്ല. ധനവരവ് മോശമാകുന്ന വാരമല്ല. മിതവ്യയം പാലിക്കുവാൻ കഴിയുന്ന വാരം കൂടിയല്ല. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. മേലധികാരിയുടെ നിർദ്ദേശങ്ങളെ ചോദ്യം ചെയ്യേണ്ടി വരും. അതിനാൽ തൊഴിലിടത്തിൽ ചില വൈക്ലഭ്യങ്ങൾ വന്നു ചേരുന്നതാണ്. ഗൃഹത്തിൻ്റെ നവീകരണം ഒരുവിധം പൂർത്തിയാക്കുവാൻ കഴിയും. പ്രായോഗിക പരിചയം പലപ്പോഴും പിന്തുണയ്ക്കുന്നതാണ്. കൂട്ടുകച്ചവടത്തിലൂടെ ധനലാഭമുണ്ടാകും. വിപുലീകരണ ശ്രമങ്ങൾ ആലോചനയിൽ വന്നു ചേരും. സാമ്പത്തികമായ ഇടപാടുകൾക്ക് രേഖകൾ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. പുതിയ തലമുറയുടെ പ്രശ്നങ്ങൾ അനുഭവപൂർവ്വം കേൾക്കുവാൻ കഴിയുന്നതാണ്. അന്യദേശത്ത് കഴിയുന്ന കുടുംബാംഗത്തിൻ്റെ തിരിച്ചുവരവ് സന്തോഷത്തിന് കാരണമായി ഭവിക്കുന്നതാണ്. അടുത്തത് ആലിഴം നക്ഷത്ര ജാതകരാണ്. ന്യായമായ ആഗ്രഹങ്ങളെല്ലാം തന്നെ സഫലമാകും. കർമ്മ മേഖലയിൽ സൗഹൃദ അന്തരീക്ഷം പുലരുന്നതാണ്. അനുരഞ്ജനം കുടുംബത്തിൽ സന്തോഷം സമ്മാനിക്കും. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നും മാറുവാൻ ആഗ്രഹമുണ്ടാകുമെങ്കിലും നടന്നു കിട്ടണമെന്നില്ല. ഭൂമി വ്യവഹാരം നീളുന്നതിൽ സ്വസ്ഥരാകും. സുഹൃത്തുക്കളുമായുള്ള കൂടിച്ചേരലുകൾ സുഖം നൽകുന്നതാണ്. ആത്മീയ ചൈത്യകൾ പുനരാരംഭിക്കുവാൻ തയ്യാറാകും. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത കുറയുന്നതാണ്. കലാസാഹിത്യ പ്രവർത്തനങ്ങൾക്ക് മാനസിക സ്വസ്ഥത ലഭിച്ചെന്നു വരില്ല. തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ സാധിക്കുന്ന വാരമല്ല. ഭാവി കാര്യങ്ങൾ കുടുംബാംഗങ്ങളുമായി ആലോചിച്ച് ചെയ്യുവാൻ സാധിക്കുന്ന വാരം കൂടിയാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. ഭൂമി സംബന്ധിച്ച കാര്യങ്ങൾക്ക് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും. സാങ്കേതികമായ വിഷയങ്ങളിൽ വിദഗ്ധ ഉപദേശം തേടുന്നതാണ്. സമർപ്പിച്ച പ്രൊജക്റ്റിന് സർക്കാരിൽ നിന്നുമുള്ള അനുമതി ലഭിക്കുന്നതാണ്. വ്യവഹാരത്തിൽ നേരിയ മുന്നേറ്റമുണ്ടാകും. കൂട്ടുകെട്ടുകളിൽ ചിലത് ഒഴിവാക്കുവാൻ സ്വയം തയ്യാറാകുന്നതാണ്.
കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും. ഏറ്റെടുത്ത ദൗത്യങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. വാഗ്ദാന ലംഘനത്തിൽ അസംതൃപ്തി വരുന്നതാണ്. ആശയവിനിമയം കൂടുതൽ സുതാര്യമാക്കുന്ന വാരം കൂടിയാണ്. അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. ചന്ദ്രസഞ്ചാരം 10ാം ഭാവം മുതലാകിയാൽ വാരാദ്യം ഫലപ്രദമാണ്. നല്ല തുടക്കം കിട്ടും. കരുതിയ കാര്യങ്ങൾ തടസ്സപ്പെടാതെ നിർവ്വഹണത്തിലെത്തിക്കുവാൻ സാധിക്കുന്നതാണ്. തൊഴിലിടത്തിൽ സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാകും. സംഘടനാ രംഗത്ത് ഏകോപനം സാധ്യമാകുന്നതാണ്. സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അല്പം വിവേകം ആവശ്യമായി വരും. സമീപകാലത്ത് തുടങ്ങിയ സംരംഭങ്ങൾ മെച്ചപ്പെടുത്തുന്ന വാരമാണ്. ജീവിത പങ്കാളിയുടെ അഭിപ്രായം കണക്കിലെടുക്കേണ്ടതുണ്ട്. ഭക്ഷണത്തിൽ ക്രമീകരണം വരുത്തുവാൻ മടിക്കരുത്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ചെലവധികരിക്കുവാനും ഇടയുള്ള വാരമാണ്. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. ആശയവിനിമയ ശേഷി ആദരിക്കപ്പെടും. മറ്റുള്ളവർ പിന്മാറിയ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുവാൻ കഴിയുന്നതാണ്. ആരോഗ്യപരമായി വളരെയധികം മെച്ചമുണ്ടാകും. മറ്റുള്ളവരുടെ അഭിപ്രായം ശ്രദ്ധാപൂർവം കേൾക്കണം. രാഷ്ട്രീയത്തിൽ നില മെച്ചപ്പെടുത്തുവാൻ കഴിയുന്നതാണ്. വസ്തുവിൽപ്പന തടസ്സപ്പെടുവാനിടയുണ്ട്. അക്കാര്യത്തിൽ അമിതമായ പ്രതീക്ഷ കാണിക്കരുത്. ബിസിനസ്സുകാർക്ക് ലാഭം വർദ്ധിക്കും. ഊഹക്കച്ചവടത്തിൽ വളരെയധികം കരുതലുണ്ടാകണം. ഗതാഗത നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധ കുറയരുത്. കുടുംബകാര്യങ്ങൾക്ക് കൂടുതൽ സമയം ചെലവഴിക്കുവാനും വ്യാഴം വെള്ളി ദിവസങ്ങൾക്ക് മേന്മ കുറയുവാനും ഇടയുള്ള വാരമാണ്. അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. നീതിബോധം അണുവിട കുറയില്ല. പ്രവർത്തന ശൈലിയെ വിമർശിക്കുവാൻ ആളുകളുണ്ടായാലും പിന്മാറുന്ന വാരമല്ല. മേലധികാരിയുടെ പ്രോത്സാഹനം ലഭിക്കുന്നതാണ്. വ്യാപാരത്തിൽ കൂടുതൽ മുതൽ മുടക്കുന്നത് വളരെയധികം കരുതലോടെ വേണം. ഊഹക്കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാം. മകൻ്റെ ജോലി കാര്യത്തിൽ ശുപാർശകൾക്ക് മുതിരില്ല. ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികൾ വരാം. പുതിയ വാഹനം വാങ്ങുന്നതിൽ കുടുംബത്തിൽ ഭിന്നതയുണ്ടാകും. മാതാപിതാക്കളുടെ ശുശ്രൂഷയ്ക്ക് കൂടുതൽ നേരം കണ്ടെത്തുന്നതാണ്. വെള്ളി ശനി ദിവസങ്ങളിൽ അല്പം അലച്ചിലുണ്ടാകുവാനും ഇടയുള്ള വാരമാണ്. അടുത്ത തിരുവോണം നക്ഷത്ര ജാതകരാണ്. വെള്ളിയും ശനിയും ഒഴികെ ഒട്ടാകെ വാരം മുഴുവനും അനുകൂലമാണ്. പരിശ്രമങ്ങൾക്ക് അർഹമായ പരിഗണന വന്നു ചേരും. കുടുംബ വൃത്തങ്ങളിലും സാമൂഹ്യ ജീവിതത്തിലും അംഗീകാരം പ്രതീക്ഷിക്കാം. പങ്കുകച്ചവടത്തിൽ നിന്നും നല്ല ലാഭവിഹിതം കൈവരുന്നതാണ്. കലാപ്രവർത്തനത്തിൽ അവസരങ്ങൾ കൂടുകയും തിരക്കുണ്ടാകുകയും ചെയ്യുന്നതാണ്. വിവാദങ്ങൾ പിന്തുണ ഉയരുന്നതാണ്. ജന്മനാട്ടിലെ ക്ഷേത്ര ഉത്സവാദികളിൽ പങ്കെടുക്കാനുള്ള അവസരം വന്നെത്തും. മനസ്സിനെ അലട്ടിയ ചില പ്രശ്നങ്ങൾക്ക് ഉചിതമായ പരിഹാരം ഈ ആഴ്ച വന്നു ചേരുന്നതാണ്. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും നിങ്ങളുടെ കഴിവ് തെളിയിക്കുവാൻ കഴിയും. ശുഭപ്രതീക്ഷ പുലർത്തുന്നതാണ്. പരിഹരിക്കുവാൻ കഴിയാതെ കിടന്ന ദുർഘട പ്രശ്നങ്ങൾക്ക് പോംവഴി വന്നു ചേരും. സാമൂഹിക രംഗത്ത് കൂടുതൽ സജീവമാകുന്നതാണ്. ഗവേഷണത്തിൽ ചെറിയ തടസ്സങ്ങൾ വന്നു ചേരാം. സ്വാശ്രയ വ്യാപാരത്തിൽ നിന്നും വരുമാനം ഉയരുന്നതാണ്. കടബാധകൾ കുറേശ്ശെ കൊടുക്കുവാൻ കഴിയും. ഗൃഹത്തിലെ വയോജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. ചെറുപ്പക്കാരുടെ കടും പിടുത്തം മനക്ലേശത്തിന് കാരണമാകുന്നതാണ്. യാത്രകൾ പല നിലയ്ക്കും പ്രയോജനം ചെയ്യുന്ന വാരം കൂടിയാണ്. അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ്. വാരാദ്യം തടസ്സങ്ങൾ വന്നു ചേരും. ഞായർ മുതൽ ചൊവ്വ വരെ പരീക്ഷണങ്ങൾക്ക് മുതിരരുത്. അമിത ധനവ്യയം വരാം. കലഹപ്രേരണയുണ്ടാകുവാനിടയുണ്ട്. ബുധൻ മുതൽ അനുകൂലമായ ഫലങ്ങൾ വന്നെത്തും. തൊഴിലിടത്തിൽ സമാധാനം കുറയുന്നതാണ്. മേലുദ്യോഗസ്ഥർ അഭിപ്രായം ചോദിക്കും. വ്യാപാരികൾക്ക് വിപണിയുടെ സ്പന്ദനം തിരിച്ചറിയുവാൻ കഴിയുന്നതാണ്. പാരമ്പര്യത്തോട് കൂറ് പുലർത്തുകയും ആദർശങ്ങളിൽ ചെറിയ വിട്ടുവീഴ്ചകൾക്ക് സന്നദ്ധതയുണ്ടാകും. ആഡംബര വസ്തുക്കളോ അതുമല്ലെങ്കിൽ ഗൃഹ ഉപകരണങ്ങളോ പ്രതിമാസ അടവ് വ്യവസ്ഥയിൽ വാങ്ങുവാൻ സാധിക്കുന്ന വാരമാണ്. അടുത്തത് പൂരുട്ടാതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾ മാറ്റിവെച്ചിരുന്ന പല കാര്യങ്ങളും പൂർത്തിയാക്കുവാൻ കഴിയും. ക്ഷമാശീലം ചിലപ്പോൾ നഷ്ടമായേക്കാം. ഉപാജപങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുവാൻ കഴിയുന്നതാണ്. പൂർവിക സ്വത്തുക്കളെ സംബന്ധിച്ച തർക്കങ്ങൾക്ക് ഇടയുണ്ട്. അനാവശ്യമായ വിവാദങ്ങളിൽ തലയിടാതിരിക്കുന്നതാണ് ഉത്തമം. കുടുംബത്തിനൊപ്പം വിനോദം, ഷോപ്പിംഗ്, ഭക്ഷണം ഇവയ്ക്കുള്ള അവസരം വന്നു ചേരും. കിടപ്പ് രോഗികൾക്ക് ചികിത്സാ മാറ്റത്താൽ ആശ്വാസമാവുന്ന കാലമാണ്. ഞായർ തിങ്കൾ വാഹനം, അഗ്നിയന്ത്രം
ഇവയുടെ ഉപയോഗത്തിൽ വളരെയധികം കരുതൽ വേണം. അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. സാമാന്യം ഗുണഫലങ്ങൾ വന്നെത്തുന്ന വാരമാണ്. പ്രവൃത്തികളെല്ലാം തന്നെ ഏകാഗ്രതയോടെ നിർവഹിക്കുവാൻ കഴിയും. തൊഴിലിടം സമാധാനമുള്ളതായിരിക്കും. സുഹൃത്ത് ബന്ധം വിപുലമാകും. പണമിടപാടുകളുടെ രേഖകൾ കൃത്യമായി നിങ്ങൾ ഈ ആഴ്ച സൂക്ഷിക്കേണ്ടതുണ്ട്. കലാകാരന്മാർക്ക് പ്രശംസ ലഭിക്കാം. ഊഹക്കച്ചവടത്തിൽ നിന്നും നേട്ടങ്ങൾ വന്നെത്തും. പണയ സ്വർണം വീണ്ടെടുക്കുവാൻ കഴിയുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ശോഭിക്കുവാൻ കഴിയും. പ്രണയിക്കുന്ന ആളുകൾക്ക് തടസ്സങ്ങൾ വന്നു ചേരാം. അനാവശ്യമായ തിടുക്കം കഴിവതും ഉപേക്ഷിക്കേണ്ടതാണ്. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നവസംരംഭങ്ങൾക്ക് നല്ലതല്ല. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. ഉത്തരവാദിത്തങ്ങൾ ഒറ്റയ്ക്ക് നിർവഹിക്കേണ്ടി വരുന്നതിനാൽ ക്ലേശവും ആലസ്യവും അനുഭവപ്പെടും. പുതിയ കാര്യങ്ങൾ തിടുക്കത്തിൽ തുടങ്ങരുത്. 7:30 ശനിക്കാലമാണെന്ന് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകണം. ധനവിനിയോഗത്തിൽ ജാഗ്രത കുറയരുത്. വീട് വാടകയ്ക്ക് കൊടുക്കുവാൻ തീരുമാനിച്ചേക്കും. മകളുടെ ഭാവി കാര്യത്തിൽ നല്ല വാർത്തകൾ കേൾക്കുവാൻ കഴിയുന്നതാണ്. ബന്ധുക്കലഹത്തിൽ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് മുതിരുന്നത് തിരിച്ചടിയാകുന്നതാണ്. സംഘടനകളിൽ ശക്തി തെളിയിക്കുവാനുള്ള അവസരം സംജാതമാകും. ചൊവ്വ ബുധൻ അഷ്ടമ രാശിദിനങ്ങളാകിയാൽ ജാഗ്രത വളരെയധികം വേണ്ട വാരമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.